ഹായ് വെൽക്കം ആൾ ടു ലെറ്റ്സ് എഡ്യൂ ടിപ്സ്. PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, ഇന്ത്യ ചരിത്രമാണ്. ഓക്കെ, ഇന്ത്യ ചരിത്രത്തിൽ ഓൾറെഡി 1857 എന്നുള്ള ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ പലരും ചോദിക്കുന്നുണ്ട് SCERT ടെക്സ്റ്റ് സെപ്പറേറ്റ് എടുത്തു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ SCERT ടെക്സ്റ്റ് സെപ്പറേറ്റ് ഒന്നും ഈ എക്സാമിന് മുൻപായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തരുന്ന ഹിസ്റ്ററി ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ SCERT NCERT ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ SCERT ടെക്സ്റ്റ് നിങ്ങൾ പ്രത്യേകം വായിക്കണം എന്നൊരു നിർബന്ധമൊന്നും അവിടെ വരുന്നില്ല. SCERTയിലും NCERTയിലും ഉള്ള വിവരങ്ങൾ കൂടി ശേഖരിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ വരുന്നത്. സയൻസിൻ്റെ ക്ലാസ് നിങ്ങൾക്കറിയാം, ഫുൾ SCERT ടെക്സ്റ്റ് തന്നെയാണെന്ന് വേണേൽ പറയാം. സയൻസിൻ്റെ ക്ലാസ് തന്നത് ഇന്ത്യൻ ജോഗ്രഫി ആയിരുന്നാൽ കൂടിയും NCERT SCERT പ്ലസ് ആണ് അതും തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1857 റിവോൾട്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണുക, പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. INC. PSC എക്സാമിനേഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ലഭിക്കാറുള്ള ഒരു ഏരിയയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്, വിട്ടുകളയാൻ പറ്റത്തില്ല. ഹിസ്റ്ററി നമുക്കറിയാം 3 അല്ലെങ്കിൽ 4 മാർക്കൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ കാണാറുള്ളത്. എന്നാലും അതിലൊരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്ഥിര സാന്നിധ്യം കാണാറുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഭാഗത്തേക്ക് പോകാം. അപ്പം ഞാൻ 1857 റിവോൾട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോൾ നവംബർ 30 അല്ലേ, ഇനി ഡിസംബർ എന്ന് പറഞ്ഞാൽ 31 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. ജനുവരി ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് റിവിഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡിസംബർ 31 കൂടി ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ആ ഒരു സിസ്റ്റയിൽ അത് തൽക്കാലം ഞാനൊന്ന് നിർത്തിവെക്കുവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു തരുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഈ ക്ലാസ്സിൽ പോകുന്നത്. INC പഠിക്കുമ്പം ആദ്യം അറിഞ്ഞു വയ്ക്കേണ്ടത് INCയുടെ രൂപീകരണത്തെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം 1885 ഡിസംബർ 28 എന്ത് ചെയ്യുന്നത് INC രൂപീകൃതമാകുന്നത്. ഓക്കെ, ഇത് നമ്മളോട് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, വിത്ത് ഡേറ്റ് ആണ് ചോദിക്കാറുള്ളത്. ചില എക്സാമിനേഷൻ ഡേറ്റ് ഇല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, INC രൂപീകരിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 1885 1885 ഡിസംബർ 28 INC രൂപം കൊണ്ടത്. INC രൂപം കൊണ്ടത് എവിടെ വെച്ചിട്ടായിരുന്നു? ബോംബെയിലാണ്. ബോംബെയിൽ ആ കോളേജിന്റെ പേര് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, അതും ചോദിച്ചിട്ടുണ്ട്. ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ഓക്കെ, സംസ്കൃത കോളേജ് ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് 1885 ഡിസംബർ 28 INC രൂപീകൃതമാകുന്ന. 2 പോയിന്റായി ഓർത്തു വെക്കണം. 1885 ഡിസംബർ 28 ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് INC രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ, എന്താ ക്വസ്റ്റ്യൻ? INC രൂപീകരിച്ചത് ആര്? INC രൂപീകരിച്ചത് ആരായിരുന്നു? A.O. ഹ്യൂം ആണ് INC രൂപീകരിച്ചത്. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിരുന്നു എന്ത് ചെയ്യുന്നത് INC രൂപീകരിച്ചത്. ഓക്കെ, A.O. ഹ്യൂം ആണ് INC രൂപീകരിച്ചത്. അപ്പൊ ഇദ്ദേഹം INC രൂപീകരിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണെന്താ? ഫാദർ ഓഫ് INC. ഓക്കെ, INCയുടെ ഫാദർ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ഇത് രൂപീകരിച്ച A.O. ഹ്യൂം എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ്. ഓക്കെ, ഇനി A.O. ഹ്യൂം തന്നെയായിരുന്നു INCയുടെ ആദ്യ സെക്രട്ടറി അല്ലെങ്കിൽ സ്ഥാപക സെക്രട്ടറി എന്നറിയപ്പെടുന്ന. INC രൂപീകരിച്ചത് A.O. ഹ്യൂം ആണ്. ഫാദർ ഓഫ് INC എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. INCയുടെ സ്ഥാപക സെക്രട്ടറിമാർ തന്നെയാണ് A.O. ഹ്യൂം ആണ്. ഇനി A.O. ഹ്യൂമിന്റെ ഒരു പോയിന്റും കൂടി പഠിച്ചു വെച്ചോളുക. അദ്ദേഹത്തിന്റെ മറ്റൊരു പോയിന്റ് ആണ് എന്താ? ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി, അതായത് ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? A.O. ഹ്യൂം ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സലീം അലി ആരാണ്? സലീം അലി ആരാണ്? ബേർഡ്മാൻ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സലീം അലി.
ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇത് കുറച്ചെണ്ണം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് INC രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവ് കൂടിയാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് AO ഹ്യൂം. ഓക്കെ, അപ്പൊ നമ്മൾ സ്ഥാപക സെക്രട്ടറി പറഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ഥാപക പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന WC ബാനർജി ആണ്. ഓക്കെ, INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന WC ബാനർജി. ആദ്യത്തെ സെക്രട്ടറി ആരാണ്? AO ഹ്യൂം. ആക്ച്വലി ഈ INC ബോംബെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വച്ച് അതിന്റെ പ്രഥമ സമ്മേളനം നടത്താനോ രൂപീകരണം നടത്താനോ ഒന്നും ആയിരുന്നില്ല ഉദ്ദേശിച്ചത്. നമ്മുടെ പൂനെയിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, INCയുടെ ആദ്യത്തെ പൊതുയോഗം പൂനെയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ സഡൻലി എന്ത് ചെയ്തു? ഒരു പ്ലേഗ് ബ്രോക്ക് ഔട്ട് ചെയ്തു. അതായത് പ്ലേഗ് അവിടെ മൊത്തം വ്യാപിക്കാൻ തുടങ്ങി. സോ അതുകൊണ്ട് എന്ത് ചെയ്തു? പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് സ്ഥലം സൗകര്യാർത്ഥം മാറ്റുകയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. INCയുടെ പ്രഥമ സമ്മേളനം അല്ലെങ്കിൽ INCയുടെ രൂപീകരണം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം എന്തായിരുന്നു? പൂനെയായിരുന്നു. പക്ഷേ പ്ലേഗ് പിടിപെട്ടത് കൊണ്ട് എന്ത് ചെയ്തു? പൂനെയിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്ത് നേരെ എങ്ങോട്ടേക്ക് വന്നു? ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പൂനെയിൽ നിന്ന് അവർ ആ പ്രോഗ്രാം ബോംബെയിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചു. ഇനി ഓർത്ത് വെക്കേണ്ടത്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നില്ല, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ഇതിന്റെ ആദ്യകാല നാമം. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പേര് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കണം, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഈ കോൺഗ്രസ് എന്നുള്ള ടേം നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനത്തിന് പേര് കൊടുത്ത വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് INCക്ക് ആ പേര് നൽകിയത്. INCയുടെ ആദ്യകാല നാമം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ദാദാഭായി നവറോജി. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് എന്ന് പറയുന്ന സേഫ്റ്റി വാൽവ് തിയറി. ഓക്കെ, സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ നമുക്ക് പറയാം സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഓക്കെ, സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ് INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും എന്താണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്നുള്ളത് അല്ലെ? അതായത് ഒരു ഇംഗ്ലീഷുകാരനാണ് ആർക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിരുന്ന? ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് INC രൂപീകരിച്ച് തരുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ INCയുടെ നല്ലതിന് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ നന്മയ്ക്കാന്ന് തോന്നാമെങ്കിലും അതുകൊണ്ട് ഗുണം ആർക്കാണുള്ളത്? ഇംഗ്ലീഷുകാർക്കാണുള്ളത് അല്ലെ? അപ്പൊ ഇംഗ്ലീഷുകാര് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരുന്ന ഒരു സംഘടനയായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ? ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885 ആണ്. അപ്പൊ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്നു ആരാ? ലോർഡ് ഡഫ്രിൻ. ഓക്കെ, ലോർഡ് ഡഫ്രിൻ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോഴുള്ള വൈസ്രോയി. ഓർത്തേക്കണം, ഗവർണർ ജനറൽ അല്ല, വൈസ്രോയി ആണ്. 1857 കലാപത്തിന് ശേഷം ക്വീൻ വിക്ടോറിയ അധികാരം ഡയറക്റ്റ് ആയിട്ട് ഏറ്റെടുക്കുകയും ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് മാറ്റി അതെന്തായി? വൈസ്രോയി എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു അല്ലെ? അപ്പൊ 1857 മുതൽ 1947 വരെ ഭരിച്ചിരുന്ന നമ്മുടെ പഴയകാല ഗവർണർ ജനറൽമാർ അറിയപ്പെട്ട പേരാണെന്ത്? വൈസ്രോയി. അതുകൊണ്ട് 1885 INC രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആണ് ആരെന്ന് പറയുന്ന ലോർഡ് ഡഫ്രിൻ. ഓക്കെ, ഇപ്പൊ ലോർഡ് ഡഫ്രിൻ INC വിശേഷിപ്പിച്ച ഒരു പേരാണ് എന്തെന്ന് പറയുന്നത് വില്ലന്മാരുടെ കേന്ദ്രം. ഓക്കെ, ലോർഡ് ഡഫ്രിൻ INCയെ പറഞ്ഞതാണ് വില്ലന്മാരുടെ കേന്ദ്രം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, വില്ലന്മാരുടെ കേന്ദ്രം. അത് മാത്രമല്ല പറഞ്ഞത്, പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് കോൺഗ്രസ് ഈസ് എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ഓക്കെ, അപ്പൊ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിച്ചത് മൈക്രോസ്കോപ്പിക്. ഓക്കെ, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? മൈനോറിറ്റി. ഓക്കെ, മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചതും ലോർഡ് ഡഫ്രിൻ ആണ്. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണം.
1885 INC രൂപം കൊള്ളുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് ഡഫ്രിൻ INCയെ വില്ലന്മാരുടെ കേന്ദ്രമെന്നും മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? ലോർഡ് ഡഫ്രിൻ ആണ്. INCയുടെ ആദ്യകാല സെക്രട്ടറി, ആദ്യകാല പ്രസിഡന്റ് നമ്മൾ പഠിച്ചു. ഇനി അറിഞ്ഞിരിക്കേണ്ടത് INCയിൽ ആദ്യ മീറ്റിംഗ് നടന്നത് ബോംബെയിലാണ്. ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 72 ആണ്. ഓക്കെ, INCയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, 72 പേരാണ് INCയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത്. INCയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്ത ആദ്യ മലയാളി അല്ലെങ്കിൽ INCയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്ത മലയാളി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്തു വെക്കുക, ബാരിസ്റ്റർ GP പിള്ളയാണ് INCയുടെ പ്രഥമ മീറ്റിംഗിൽ പങ്കെടുത്ത മലയാളി. ഓക്കെ, ബാരിസ്റ്റർ GP പിള്ളയാണ് INC മീറ്റിംഗിൽ പങ്കെടുത്ത മലയാളി, ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത മലയാളി. ഇനി INCയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത ഏക വനിതയാണ് ആരെന്ന് പറയുന്നത്? കാദംബനി ഗാംഗുലി. ഓക്കെ, കാദംബിനി ഗാംഗുലി ആണ് INCയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്ത വനിത എന്ന് പറയുന്നത്. കാദംബിനി ഗാംഗുലിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫിസിഷ്യനിൽ ഒരാളാണ് കാദംബിനി ഗാംഗുലി. അതായത് 2 വനിതാ ഡോക്ടർമാരാണ് ആദ്യം ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേഷൻ എടുത്തത്. അതിൽ ഒരാളാണ് കാദംബരി ഗോഖലെ. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡോക്ടർ എന്ന് വന്നിട്ട് ഓപ്ഷനിൽ കാദംബരി ഗാംഗുലി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ വേറൊരു വ്യക്തിയും കൂടി ഉണ്ട്. അതാണ് ആരെന്ന് പറയുന്നത്? ആനന്ദബായി ഗോപാൽ റാവു ജോഷി. ഓക്കെ, ഗോപാൽ റാവു ജോഷി എന്ന് പറയുന്നതും ഇന്ത്യയുടെ മറ്റൊരു പ്രഥമ വനിതാ ഡോക്ടറാണ്. ഓക്കെ, കാദംബരി ഗാംഗുലിയും വനിതാ ഡോക്ടറായിരുന്നു. ആനന്ദഭായി ഗോപാൽ റാവു ജോഷിയും ഇന്ത്യയുടെ പ്രഥമ വനിതാ ഡോക്ടറാണ്. അപ്പൊ അതിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? കാദംബരി ഗാംഗുലി. INCയിൽ പങ്കെടുത്ത ആദ്യത്തെ വനിത ആണ് ആര്? കാദംബനി ഗാംഗുലി എന്ന് പറയുന്ന INCയിൽ പങ്കെടുത്ത INC മീറ്റിംഗിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, പട്ടാഭി സീതാരാമയ്യാണ് INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ. പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. ഇനി INCയിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്ന? സുബ്രഹ്മണ്യ അയ്യർ. സുബ്രഹ്മണ്യ അയ്യർ ആണ് INCയിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. സുബ്രഹ്മണ്യ അയ്യറാണ് INCയിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. ആകെ 9 പ്രമേയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? സുബ്രഹ്മണ്യ അയ്യർ. INCയെ എതിർത്ത ഏക സംഘടനയായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഓക്കെ, പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയാണ് INCയെ എതിർത്ത ഏക സംഘടന എന്ന് പറയുന്ന. ചിലപ്പോൾ ഇങ്ങനെ തരാം, UIPA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന മാത്രമാണ് എന്ത് ചെയ്ത INCയെ എതിർത്ത ഏക സംഘടന. ഓക്കെ, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിച്ചത്. അങ്ങനെ UIPA എന്ന് പറയുന്ന സംഘടനയാണ് INCയെ എതിർത്ത ഏക സംഘടന. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ INCയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു INC രൂപം കൊണ്ട വർഷം പറഞ്ഞു, എവിടെ രൂപീകരിച്ചു എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് പൂനെയിൽ നിന്ന് മീറ്റിംഗ് മാറ്റിയതെന്ന് നമ്മൾ പഠിച്ചു. INC രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാന്ന് പറഞ്ഞു, അദ്ദേഹം എങ്ങനെയാണ് INCയെ വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. INC രൂപീകരിച്ച വ്യക്തിയെ പറഞ്ഞു, INCയുടെ സ്ഥാപക സെക്രട്ടറി, INCയുടെ സ്ഥാപക പ്രസിഡന്റ്, ദെൻ INCയുടെ പ്രഥമ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി, INCയുടെ പ്രഥമ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതയാര് അല്ലെ, INCയുടെ ആദ്യകാല പേരെന്തായിരുന്നു, INCയുടെ ആദ്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി, INCയുടെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അതായത് INCയുടെ ഒരു ഇൻട്രോ എന്ന് നമുക്ക് പറയാം, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു ഇന്നത്തേത്. ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾ INCയുടെ ഓരോ മീറ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ മീറ്റിംഗ് നടന്ന സ്ഥലം, മീറ്റിങ്ങിൻ്റെ പ്രസിഡന്റ്, ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ നോട്ട്
ഞാൻ അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് INC-യുടെ നോട്ട് എഴുതിയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർമ്മ കിട്ടും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. പതിവ് പോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കൂടിയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്